ഇന്ന് ചലച്ചിത്ര സംവിധായകനുള്ള ശ്രീ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ നല്ല വിലയോടുകൂടി വാങ്ങി ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായ ഓട്ടോറിക്ഷ ഓടിപ്പിക്കാൻ കഴിയാതെ മറ്റ് വാടകയ്ക്കെടുത്ത് ഓടുന്ന ഒരാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അത് ബഹുമാനിയായിട്ടുള്ള ശ്രീ ദിനേശ് കൗൺസിലർ ആളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആളെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഓട്ടോ കൈമാറുന്നതിനായി ബഹുമാനിയായിട്ടുള്ള മേയർ ശ്രീ സന്തോഷ് പണ്ഡിറ്റിനോട് ആ കാര്യം ചെയ്യുന്നു. സന്തോഷമുണ്ട്. മുന്നോട്ട് ചെയ്യുന്ന സിനിമയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് നിരവധി കാലങ്ങളായിട്ട് ചെയ്യുകയാണ്. നമ്മുടെ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടെത്തി ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മളുടെ ഡെപ്യൂട്ടി മേയറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ 2 ദിവസം താമസിച്ചു ഓട്ടോയൊക്കെ സംഘടിപ്പിച്ച് രാവിലെ വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യമുള്ളത്, കേരളത്തിനകത്തൊന്നും പുറത്തുനിന്ന് നിരവധി പേർ നമ്മുടെ ഈ ബാഗ് കൊടുത്ത പദ്ധതിക്ക് ശേഷം, എയർ കെയർ പദ്ധതിക്ക് ശേഷം നിരവധി പേർ വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വ്യക്തികളെ ദുബായിൽ നിന്ന് ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥ അവർ ദുബായിലുള്ള ലേഡീസ് നമ്മളെ കാണാൻ വേണ്ടി വരാൻ തയ്യാറായിരിക്കും. അവരെന്താ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. എന്തായാലും അർഹരായ കരങ്ങളിൽ തന്നെ എത്തിക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെ എല്ലാ സാർ. ഞാൻ 2015 സിനിമയിൽ വരുന്നത്. അപ്പം നമ്മൾ കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ഞാനൊരു 50% എന്നൊക്കെ വിചാരിക്കുന്നു. പലപ്പോഴും ഒരു 90% വരെ കിട്ടുന്ന പോകുന്നത്. പക്ഷേ കഴിയുന്നത് ഒന്നുകിൽ ഒരു കുട്ടിയെ പഠിക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ പലപ്പോഴും കാണുന്ന പ്രവണത അങ്ങനെയല്ലല്ലോ. അല്ല, ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ ഒരു ആവശ്യക്കാരന് ഒരു 40 ലക്ഷം വേണ്ട ഒരാൾക്ക് ഒരു 500 രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരച്ഛൻ അയാൾക്ക് ഫീസ് കൊടുക്കുന്നു, അയാൾ അത് മദ്യഷോപ്പിനാണ് കൊടുക്കുന്നത്. മോള് പഠിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളോട് സെൻറ്റി അടിച്ച് മേടിക്കുകയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിച്ചത്, മകളുടെ സെമസ്റ്ററിന് ഫീസ് ഉണ്ടോയെന്ന് പറഞ്ഞാൽ മകൾ പഠിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാവുമല്ലോ. നേരെ അവിടെ ചെല്ലുന്നു, പ്രിൻസിപ്പളിനോട് ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. ആ സെമസ്റ്ററും അടുത്ത സെമസ്റ്ററും കൂടെ കഴിഞ്ഞ് ഇല്ല അച്ഛനെ, ഇതാണ് കുറച്ചുകൂടെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ആ കുട്ടിയുടെ കൂടി ഒരു ഇതിലൂടെ ആ സാധനം ചെയ്യാൻ പറ്റും.